നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ നഗരം ആഫ്രിക്കൻ ഒച്ചിന്റെ ഭീഷണിയിൽ. നേരത്തെ ജില്ലയിലെ വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയ ആഫ്രിക്കൻ ഒച്ച് ഇപ്പോൾ തിരക്കേറിയ നഗരഭാഗങ്ങളും കൈയടക്കിയിരിക്കുകയാണ്. ഒച്ചിനെ ഒഴിപ്പിക്കാൻ ഒന്നും ചെയ്യാനാകാതെ അധികൃതരും ജനങ്ങളും കുഴയുകയാണ്. റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ക്വാർട്ടേഴ്സ് പരിസരത്തും മതിലിലുമാണ് ഒച്ച് ഭീഷണി കൂടുതലായും ഉള്ളത്. നഗരത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പടിഞ്ഞാറ് ഭാഗത്ത് ക്വാർട്ടേഴ്സ് പരിസരത്തും മതിലിലുമാണ് ഒച്ചു ഭീഷണി തുടരുന്നത്. ഏതാനും ദിവസങ്ങളായി നിരവധി ഒച്ചുകളാണ് മതിലിലും മറ്റും എത്തുന്നത്. ഇവ പ്രദേശത്തെ കാർഷിക വിളകളും തിന്ന് നശിപ്പിക്കുന്നുണ്ട്. ദിവസവും രാവിലെ ഒച്ചിനെ പിടികൂടി നശിപ്പിക്കുന്നുണ്ടെങ്കിലും അടുത്ത ദിവസം ഇതിലുമേറെ ഒച്ച് എത്തുമെന്നാണ് പ്രശ്നം. കഴിഞ്ഞ വർഷവും ആഫ്രിക്കൻ ഒച്ചിനെ ഈ ഭാഗത്ത് കണ്ടിരുന്നുവെങ്കിലും ഇപ്രാവശ്യമാണ് വ്യാപകമായി കാണുന്നതെന്ന് റെയിൽവേ ജീവനക്കാരൻ രാജേഷ് പറഞ്ഞു. കഴിഞ്ഞ വർഷം മുതലാണ് ആഫ്രിക്കൻ ഒച്ചിനെ കാണാൻ തുടങ്ങിയത്. ഇപ്രാവശ്യം മുതൽ കൂടുതലായിട്ട് കണ്ടുവരുന്നു. ഉപ്പിട്ടിട്ടാണ് അതിനെ നശിപ്പിക്കൽ. എന്നാലും ഒരുപാടുണ്ട് ഇവിടെ. ഭയങ്കരമായിട്ട് ദോഷങ്ങൾ വരുത്തുന്ന ഒരിതാണ്. ചുമരിൻ്റെ മുകളിൽ, പിന്നെ റെയിൽവേൻ്റെ പ്ലാറ്റ്ഫോമിൽ എല്ലാ സൈഡിലും ഉണ്ടാകുന്നതാണ്. ക്ലീനിങ് സ്റ്റാഫ് കൂടുതലായിട്ട് നശിപ്പിക്കുന്നത് ഞങ്ങളും അതിന് ഒരു പങ്ക് ചേർന്ന് നശിപ്പിക്കലുണ്ട്. കാർഷിക കപ്പ, മറ്റുള്ള കപ്പ അങ്ങനെയുള്ള ഇതിൻ്റെ മുകളിലെല്ലാം ഉണ്ടാകുന്നുണ്ട്. പിന്നെ വാഴ കൃഷീൻ്റെ മുകളിൽ ഉണ്ടാകുന്നുണ്ട്. ഓഫീസിൻ്റെ ഉള്ളിൽ വരെ ഈ സാധനം ഉണ്ടാകുന്നുണ്ട്. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകുന്നുണ്ട്. ചുറ്റുപാടുണ്ട്. ഇതിനെക്കൊണ്ട് ഭയങ്കര ദോഷം ചെയ്യുന്നതാണ്. നഗരസഭ ഒന്നും ചെയ്യില്ല. ഇതിൽ റെയിൽവേ ആണ് ഇതിന് കൂടുതലായിട്ട് കൈകാര്യം ചെയ്ത്. ക്ലീനിങ്ങിൻ്റെ അവർ ഞങ്ങളതിന് ഉപ്പ് അതിൻ്റെ ശരീരത്തിൽ തട്ടിയാൽ ഇത് നശിച്ചു പോകുന്നതാണ്. ധാരാളം വ്യാപാര സ്ഥാപനങ്ങൾ റോഡിന്റെ ഇരുവശവുമുണ്ട്. ഒച്ചിന്റെ വ്യാപനത്തിൽ വ്യാപാരികളും ആശങ്കയിലാണ്. ഒച്ച് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കാൻ സാധ്യതയുണ്ടെന്നും അവയെ സ്പർശിക്കരുതെന്നും നേരത്തെ ഒച്ചിന്റെ ഭീഷണിയുണ്ടായ പ്രദേശങ്ങളിലെ ആരോഗ്യ വകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.